ഗായ്സ്, അപ്പം നമ്മൾ കുറച്ചധികം ദിവസമായി കണ്ടിട്ട് കാരണം എന്നില്ല, നമ്മൾ ഈദൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം ഈദിൻ്റെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈദിന് നമ്മൾ ഹാഫ് വീഡിയോ എടുത്ത് ഹാഫ് ഉറങ്ങി തീർത്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ബാക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ ഇക്കാക്ക കാണുന്നൊരു ഹോസ്റ്റലിലാണ്. ഇക്കാക്കയ്ക്ക് ചിക്കൻ അച്ചാർ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് ഉമ്മനോട് കുറേ ആയി പറയണേ. അപ്പം ഉമ്മ വിചാരിച്ച് എന്തായാലും ഇതിന് വ്ളോഗ് കിട്ടിയില്ല, അപ്പം ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് ഇതാക്കാമല്ലോ വിചാരിച്ചിട്ട് ചിക്കൻ അച്ചാർ ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് തന്നെ, അതും പുറത്തുനിന്ന് ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയോ. ചട്ടി ചൂടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വിചാരിച്ചു തുറക്കാൻ അറിയാം. എന്നിട്ടെന്താ തുറക്കാത്തെ? അപ്പോ ചട്ടി ചൂടായാല് നമ്മള് എണ്ണാണേ ഒഴിക്കേണ്ടത്. ഫസ്റ്റ് എണ്ണയിലാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. എന്താ ഒരു തലയുമാലില്ലാത്ത സൗണ്ട് ഉണ്ടോ? ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായോ നമ്മൾ നോക്കണേ എങ്ങനെയാണെന്നറിയോ? ഞാൻ നോക്കല് നനഞ്ഞ സ്പൂൺ എന്തെങ്കിലും കിട്ടും. അപ്പൊ അറിയാലോ. ചൂടായില്ല. ഫസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടാം. ചൂടായിട്ടില്ല ഗൈസ്, അതാണ് ആ സൗണ്ട്. ചൂടാവും പക്ഷെ. അപ്പൊ നിങ്ങളെ ആയിരിക്കും ഉണ്ടാവാത്ത എണ്ണയിലിട്ടിട്ടാണോ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോണേന്ന്. പക്ഷെ എണ്ണ ചൂടാവില്ലാന്നേ ഉള്ളൂ, ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. എന്തോ കേട്ടില്ല. നമ്മള് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ തേച്ച് മസാല ആക്കി തന്ന ചിക്കനാണ് ഇത്. നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇടും. പൊരിക്കാനാണ് ഫസ്റ്റ്. ഇത് പൊരിച്ചിട്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കുക. ഇതിനധികം കളറില്ലാത്ത എന്താണെന്നറിയോ? ശാലുവിന് കൂടുതൽ മുളക് പൊടി ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി ഇഷ്ടം. നല്ല സ്മെല്ല്. ഉമ്മനോട് ചോദിച്ചു. ഈ ചിക്കൻ പൊടിയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ശരിയണ്ടോ? ഒരു നോക്കിയിട്ടാണല്ലോ അത് കരിഞ്ഞു പോകും. വെള്ളത്തിൽ
ഇന്നാവോ എന്താണെന്ന് അറിയില്ല. ചിക്കനൊക്കെ ഭയങ്കര കുക്കിംഗ് ടൈം എടുക്കുന്നു. ഇത് മിക്കപ്പോഴും കണ്ടുവരുന്നത് ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ്. വേറെ ആരും കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നില്ല. അപ്പൊ അത് ആരെ പ്രശ്ന? ഒരു പ്രശ്നം. ഓ ഇപ്പൊ ഇത്രയും പൊരിഞ്ഞാ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പും കൂടെ ട്രൈ ചെയ്യാം. ഇതുണ്ടല്ലോ, ഇത് പൊരിച്ചിട്ടാൽ എപ്പോൾ നോക്കിയാലും പിന്നെ ഇത് വേറെ എവിടെയും നിൽക്കൂല, ഈ ചുറ്റുവട്ടത്ത് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇതിലുള്ളത് ഇതിലേക്ക് ഇടണം അല്ലേ അമ്മ? അല്ലേ? അല്ല, എല്ലായിടത്തും ഇതിലേക്ക് ഇടണം. ഇപ്പൊ കുറച്ചുകൂടെ കറിവേപ്പില ഇടാണേ. കറിവേപ്പില ഇടുന്നത് ഒച്ച ഉണ്ടാവാനാ. നേരത്തെ വെച്ചിട്ടുണ്ടായില്ലല്ലോ. അത് ചൂടായില്ലേനു, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഫുള്ള് പൊരിക്കാട്ടോ, കുറെ നേരം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പെരുന്നാളിന്റെ പിറ്റേന്നാണ് ഈ വീഡിയോ എടുക്കണേ. നമ്മളിങ്ങനെ എന്ത് വീഡിയോ എടുക്കും ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരുന്നേ. അപ്പൊ ശാലുവിന് എന്തായാലും അച്ചാറ് കൊടുത്തു വിടണം. ഒന്നെങ്കിൽ കൊടുത്തു വിടും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ശാലു കണ്ണൂരാണേ. അപ്പൊ വിചാരിച്ചിരുന്ന ഏതായാലും അച്ചാറുണ്ടാക്കുന്നത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അച്ചാറുണ്ടാക്കാന് എല്ലാവർക്കും അറിയാന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കണ എന്റെ വീട്ടിലെ അത്ഭുതം. നേരത്തെ ആരെയും പറഞ്ഞേ? ഞാനോ ടേസ്റ്റ് നോക്കട്ടെ. സ്വാദിഷ്ടമേറിയതും രസല്യമ്മ വേണ്ട, എന്തായാലും കേട്ടു. അപ്പൊ നമ്മള് ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഇനി അച്ചാർ ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കുവാണേ. അപ്പൊ അച്ചാറ് ഞാൻ ഉണ്ടാക്കി തന്നാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആർക്കെങ്കിലും ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇത് കോരി മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഇത് കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ കേട്ടോ അച്ചാറുണ്ടാക്കുന്നത്. നല്ലെണ്ണ ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. കത്തിക്കാൻ അറിയില്ല. കത്തി കത്തി കത്തി.
അപ്പൊ നമ്മളില്ലേ ഇതേ എണ്ണയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുകയാണേ. എണ്ണ കുറച്ചുകൂടെ വേണം. എണ്ണ ചൂടാവുമ്പോ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഈ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എണ്ണ ചൂടാവുമ്പോ നമ്മൾ ഇതിലോട്ട് കടുകിടും. കടുകി ആടട്ടെ? വേണ്ട, ഓടാനല്ലേ ഇട്ടിട്ട്. പ്ലീസ്. രാവിലെ ഓടിയത്. എണ്ണ ചൂടാകുമ്പോ കടുക് ഇടാണേ. എന്താ ഞാൻ എന്തിട്ടിട്ട് ഒരു എഫക്റ്റ് ഇല്ലാത്ത? പെട്ടെന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളുടെ കടുക് പൊട്ടാനായി. കടുക് പൊട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. കടക്കും പെട്ടുണ്ട് പുറത്തും കടുകിൻ്റെ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണേ. ചെറുതായിട്ട് എല്ലുവിന്റെ മേലേക്ക് ചേർത്തിട്ട്, വളരെ ചെറുതായിട്ട്. അപ്പൊ ഇതിട്ട് വെക്കാം. ഇനി ഇത് നല്ലോണം വറുക്കാം. ചിലരിത് അരച്ചിട്ടാണ് ചേർക്കാം. പക്ഷെ അരച്ചിട്ട് ചേർത്താല് ഇങ്ങനെ ചണ്ടി പോലെ കിടക്കും, അടിയിൽ ഇങ്ങനെ കരിഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് അത്യാവശ്യം കുക്കായി വന്നു. മുളക് പൊടി ചേർക്കാണേ. മുളക് പൊടി ഒരു ചിക്കനിലും കുറച്ചല്ല ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഈ ചെറിയ സ്പൂണിലാണ് ഞാനിട്ട് 4 സ്പൂൺ മുളക് പൊടി ഇട്ടു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉലുവ ഇടാം. ഉലുവന്റെ പൊടിയാണ് ഇടേണ്ടത്. പൊടിക്കാൻ എനിക്ക് മടിയും സമയം കിട്ടായ്മയും കൂടെ ആയപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇനി നമ്മൾ എന്താണ് ഒഴിക്കാൻ പോണത് എന്ന് വെച്ചാല് വിനീഗർ. വെള്ളം ഒഴിക്കണ മാതിരി. വിനീഗർ ആരും മൂടി വെക്കും. മസാലന്റെ മസാലൊക്കെ കഴിഞ്ഞാല് വിനീഗർ വെച്ചാൽ നല്ലൊരു സൗണ്ടാണ് ഗൈസ്. കൈ കൊള്ളുകയും ചെയ്യും. ഇപ്പോഴാ സൗണ്ട് വന്നേ. എന്നിട്ടൊന്നും വരാത്ത ആ ഒരു സൗണ്ട് ഇപ്പോൾ വന്നില്ലേ? നിങ്ങൾ വിചാരിക്കും നമുക്ക് ആ സൗണ്ട് വരാൻ വേണ്ടി കുറച്ചുകൂടെ വയ്ക്കാം. വിനീഗർ വയ്ക്കാം. തീ കുറച്ച് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? കുറച്ച് നമുക്ക് ചിക്കൻ ഇടാം. പല കൈകളും ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണാം.
ഗ്യാസിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് വരെ തിന്നു. നല്ല ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാറുള്ളത്. ഇതിന് കുറച്ച് ചൂടാണ്. ഇനിയും ഡ്രൈ ആവുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തിരി പഞ്ചസാര നമ്മൾ അച്ചാറ് റെഡിയായി. എല്ലാം കുക്ക് ചെയ്താല് ടേസ്റ്റ് നോക്കാൻ ഇച്ചുവിനാണേ കൊടുക്കുക. ഇച്ചു എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഉള്ളതെന്ന് പറയും, ഇല്ലാത്തതാണ് ഇല്ലാത്തത്. ബാക്കിയുള്ളവരൊക്കെ അല്ലേ എന്നെ പേടിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്തെങ്കിലും പോരാത്ത പാവാ നമ്മളെ ചെക്കൻ. ഈ പാച്ചുവിനാണ് കൊടുക്കുന്നത്. അവനുണ്ടെങ്കിലും ആന്നറിയും ഇല്ലെങ്കിലും ആന്നറിയും പറയാം. എന്നിട്ട് പിന്നെ ഒന്ന് ആലോചിച്ചിരിക്കും കുറച്ചേരം. പോരെ, അച്ചാറ് റെഡി. ഇത് ചൂടാനായിട്ട് ബോട്ടിലാക്കിയിട്ട് ശാലുവിന് കൊടുത്തയക്കും, അല്ലെങ്കിൽ കൊണ്ടേ കൊടുക്കും. അപ്പൊ നമുക്ക് ഈ കുപ്പിയിലോട്ട് ആക്കിയേക്കാം കേട്ടോ. ശാലുവിനുള്ള അച്ചാറ് ശാലുവിന് മാത്രമല്ല കുറച്ച് ഉമ്മക്കും കൊടുക്കണം. അപ്പൊ ചൂടൊക്കെ തണഞ്ഞ് ഇനി ഇത് 2 ദിവസമൊക്കെ ആയാലേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ശാലും കൊണ്ടുപോകാനേ. നിമ്മക്കുള്ള കുപ്പിയും കൂടെ ആക്കി വെക്കാം നമുക്ക്. തുമ്മക്കും കൂടെ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് ഇത്രയും കിട്ടിട്ടോ. ഇത് ടേസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.